HTML ട്യൂട്ടോറിയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോകളിലായിട്ട് നമ്മൾ HTMLന്റെ ബേസിക് ആയിട്ടുള്ള ടാഗുകളെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ടാഗുകളാണ് ഇനി കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോകളിലെല്ലാം ഇത്തരത്തിലുള്ള ടാഗുകളെക്കുറിച്ചുള്ള മാക്സിമം ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് തന്നെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് HTMLന്റെ പാരഗ്രാഫ് ടാഗിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ബ്രേക്ക്, വേർഡ് ബ്രേക്ക് എന്നീ 2 ടാഗുകളെ കുറിച്ചും കൂടെയാണ്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ 3 ടാഗുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് പാരഗ്രാഫ് എന്നത്, പിന്നെ ബ്രേക്ക്, അതേപോലെ തന്നെ വേർഡ് ബ്രേക്ക് എന്നീ മൂന്നാമത്തെ ടാഗും. ഈ പാരഗ്രാഫ് ടാഗ് നമ്മൾ നേരത്തെ ചില വീഡിയോസിലൊക്കെ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചിരുന്നു. എങ്കിൽ കൂടി നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് 3-paragraph.html എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ ടാഗാണ് ഇത്. അപ്പോൾ ഈ ഒരു വിൻഡോ ഞാനൊന്ന് കംപ്ലീറ്റ്ലി സൂം ചെയ്യുകയാണ്, കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൺട്രോൾ കീയിൽ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം പ്ലസ് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വിൻഡോ കുറച്ച് സൂമായി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ സൂം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കോഡ് എഡിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ഏരിയയുടെ സ്പേസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ എക്സ്പ്ലോറർ വിൻഡോ ഒന്ന് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള പാനൽ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിതാണ് Ctrl+B. അപ്പോൾ Ctrl+B പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ ഹൈഡായി പോകുന്നതാണ്. ഇനി അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് അതേ ഷോർട്ട് കട്ട് തന്നെ വീണ്ടും ഉപയോഗിക്കുക, Ctrl+B. ഇപ്പോൾ ആ ഒരു ഏരിയ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ച് ഹൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു HTML ഡോക്യുമെൻറ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ HTML:5 എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പാരഗ്രാഫ് ടാഗിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ P എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പാരഗ്രാഫ് ടാഗ് നമുക്കവിടെ ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഉള്ളൂ ഒരു പാരഗ്രാഫ് ടാഗിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പാരഗ്രാഫ് ടാഗിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോസിംഗും ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന ബാക്കി 2 ടാഗുകൾക്കും ഇതേപോലെയുള്ള ക്ലോസിംഗ് ടാഗുകൾ ഇല്ല. അതുകൊണ്ടാണ് ഈ പാരഗ്രാഫ് ടാഗിൻ്റെ കേസിൽ ഞാൻ ക്ലോസിംഗ് ഉണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ശരി, ഇപ്പോൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് വേണം എന്ന് മാത്രം എഴുതി. നമുക്കിപ്പോൾ പാരഗ്രാഫിൻ്റെ കണ്ടന്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്കൊരു ഡമ്മി ടെക്സ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സഹായത്തോടു കൂടി തന്നെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് LO എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു സ്നിപ്പറ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡമ്മി ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ഒറ്റ ലൈനിലേക്കായിട്ടാണ്, അതായത് ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ കോഡിൽ. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക, അത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് സ്പാൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പാരഗ്രാഫ് ടാഗിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. നമ്മൾ ഇത്രയും സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എൻഡിലേക്ക് വരെ എത്തുന്നത്. അപ്പോൾ അത്രയും ടെക്സ്റ്റും നേരിട്ട് ഇവിടെ അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം അതിനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ പല ലൈനുകളിലേക്കായിട്ട് സ്പാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിഹേവിയറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെബ് പേജ് ഒരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ PC-യിലാണ് കാണുന്നതെങ്കിലും അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോണിലാണ് കാണുന്നതെങ്കിലും അതിൻ്റെ സ്ക്രീൻ സൈസിനനുസരിച്ച് ആ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്ത് വന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കോഡ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പാരഗ്രാഫ് ടാഗിൻ്റെ കേസിൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയുടെ വിഡ്ത്ത് ഒന്ന് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് അലൈനായി വരുന്നത്. ഇപ്പോൾ 3 ലൈനിലേക്ക് അത് ചുരുക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഒരു വിഡ്ത്ത് ഞാൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ കണ്ടന്റ് അലൈൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. അപ്പോൾ പാരഗ്രാഫ് ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ കോമ എഴുതിയിട്ടുള്ളതിന് ശേഷം വന്നിട്ട് ഒരു എൻ്റർ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഈ എൻ്റർ പ്രസ് ചെയ്തപ്പോഴും റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ലൈനിലേക്ക് ബാക്കിയുള്ള കണ്ടന്റ് വരേണ്ടതാണ്, പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഈ ഫുൾ സ്റ്റോപ്പിന് ശേഷവും ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ബാക്കി കുറച്ച് ഏരിയയിലും ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നും ആ കണ്ടന്റ് പുതിയ ലൈനുകളിലേക്ക് വരുന്നില്ല.
അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിൽ എൻ്റർ പ്രസ് ചെയ്തു അല്ലെങ്കിൽ ഇത് ന്യൂ ലൈനിൽ എഴുതി കൊടുത്തു എന്നുള്ള കാരണത്താൽ പാരഗ്രാഫ് ടാഗ് അതിനെ ന്യൂ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ പിടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ മറ്റ് ലാംഗ്വേജുകളിൽ പഠിച്ചിട്ടുള്ള \n പോലത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇവിടെയും വർക്ക് ചെയ്യില്ല. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല HTML എന്ന് പറയുന്നത്, ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ന്യൂ ലൈനിലേക്കൊക്കെ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാഗുകൾ തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ \n എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, \n അതേപോലെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് ന്യൂ ലൈനിലേക്ക് പോകില്ല. ശരി, അപ്പോൾ നമുക്ക് \n ഏതായാലും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു പാരഗ്രാഫും വന്നിട്ടുണ്ട്. ശരി, ഞാൻ ഈ ഡോക്യുമെൻ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പാരഗ്രാഫ് ടാഗിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലോസിങ്ങും ഉണ്ട്. ഇനി ഈ ക്ലോസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോടെ ഇപ്പോൾ നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പുതിയ പാരഗ്രാഫ് ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതിന് ജസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് എഴുതുന്നു. ഇപ്പോൾ ക്ലോസിങ്ങിൻ്റെ കേസിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ പാരഗ്രാഫ് എഴുതിയ ശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ടായിരിക്കും അടുത്ത പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ഇപ്പോൾ നമുക്ക് ആ ക്ലോസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ P ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ 17ാമത്തെ ലൈനിൽ വന്നത്തേക്ക് ഇവിടെ ഞാൻ അതിൻ്റെ ക്ലോസിംഗ് ടാഗും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 18ാമത്തെ ലൈനിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്തു, അവിടെ തന്നെ അത് ക്ലോസും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നേരത്തെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു പാരഗ്രാഫ് ടാഗിന് ഓപ്പണിംഗ് ടാഗും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ഞാൻ ഇവിടുന്ന് ഈ ജസ്റ്റ് ക്ലോസിംഗ് ടാഗ് ഒന്ന് ഇപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. കാരണം ആ ഓട്ടോ ടാഗ് റീനെയിം എന്ന് പറയുന്ന സ്നിപ്പറ്റ് ഇട്ടതുകൊണ്ട് ആ ടാഗും ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിപ്പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് P എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഇവിടെ നമുക്ക് പാരഗ്രാഫ് ടാഗിൻ്റെ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം എഴുതിയ പാരഗ്രാഫ് ടാഗിന് ക്ലോസിങ് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എഴുതിയെങ്കിൽ കൂടിയും ഈ കണ്ടന്റ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതും പാരഗ്രാഫ് ടാഗിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പാരഗ്രാഫ് ടാഗ് ആക്ച്വലി ഒരു ബ്ലോക്ക് സ്റ്റൈൽഡ് എലമെൻ്റ് ആണ്. അതായത് പേരൻ്റ് കണ്ടെയ്നറിൻ്റെ കംപ്ലീറ്റ് വിഡ്ത്ത് അല്ലെങ്കിൽ പേരൻ്റ് എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിഡ്ത്തും സ്പാൻ ചെയ്ത് കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ടാഗുകളാണ് ഈ പാരഗ്രാഫ് ടാഗ്. അപ്പോൾ ഈ പാരഗ്രാഫ് ടാഗ് രണ്ടും ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് കൊടുത്തില്ലെങ്കിലും അടുത്ത ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റൈൽ എലമെൻറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ക്ലോസിംഗ് ഇവിടെയാണ് എന്ന് ഇത് മനസ്സിലാക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ട്, അതൊരു ബ്ലോക്ക് സ്റ്റൈൽ എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഒരു പാരഗ്രാഫ് ടാഗ് തന്നെയാണ്, അതും ഒരു ബ്ലോക്ക് സ്റ്റൈൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാഗിൻ്റെ ക്ലോസിംഗ് നമ്മൾ കൊടുത്തില്ല എങ്കിൽ അടുത്ത ബ്ലോക്ക് സ്റ്റൈൽ എലമെൻറ്റ് വരുമ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് അതിന് തൊട്ട് മുമ്പ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളൂ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇത് എറർ ഒന്നുമില്ലാതെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എലമെൻറ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന എലമെൻറ്റും ബ്ലോക്ക് സ്റ്റൈൽ എലമെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഇനി ബ്ലോക്ക് സ്റ്റൈൽ എലമെൻ്റ് അല്ല ഈ ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ തൊട്ട് താഴെ വരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ P എന്ന് പറയുന്ന ടാഗ് ഒന്ന് റീപ്ലേസ് ചെയ്ത് സ്പാൻ എന്ന് എഴുതുകയാണ്. ഇപ്പോൾ സ്പാൻ എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പാരഗ്രാഫ് ടാഗിൻ്റെ എൻഡിങ് ഇവിടെയാണ് എന്ന് ഇത്തവണ ഇത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അതായത് പാരഗ്രാഫ് ടാഗിൻ്റെ നേരെ തന്നെ അത് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ പിടിക്കേണ്ട കാര്യം ഇതാണ്, ബ്ലോക്ക് സ്റ്റൈൽ എലമെൻ്റ് ആണ് ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ തൊട്ടടുത്ത എലമെൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ മാത്രം അതിൻ്റെ ക്ലോസിങ് നമുക്ക് ഒഴിവാക്കാം. എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ നിങ്ങൾ ക്ലോസിംഗ് ടാഗ് എഴുതാതെ പോകണം എന്നല്ല പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് എറർ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ആ ക്ലോസിംഗ് ടാഗ് റിമൂവ് ചെയ്തത്. ശരി, ഇപ്പോൾ നമുക്ക് തിരിച്ച് ആ ക്ലോസിംഗ് ടാഗ് ആഡ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഈ സ്പാൻ ടാഗ് ഒന്ന് ഇപ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് നോക്കേണ്ട ആവശ്യം ഇല്ല. ശരി, ഇപ്പോൾ നമുക്ക് ആകെ ഒരു പാരഗ്രാഫ് ടാഗ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിനെ എങ്ങനെയാണ് പുതിയ ലൈൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ 1 ലൈൻ 2 എന്ന് എഴുതുന്നു. നമുക്ക് ഈ ലൈൻ 1 എന്നുള്ളത് ഫസ്റ്റ് ലൈനിലും ലൈൻ 2 എന്നുള്ളത് സെക്കൻഡ് ലൈനിലുമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ ടാഗ് ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് BR എന്ന ടാഗ് അഥവാ ബ്രേക്ക് എന്ന ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് BR എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ BR ടാഗിന് നമ്മൾ ക്ലോസിംഗ് ടാഗ് എഴുതിയിട്ടില്ല, അഥവാ നമ്മളൊരു /BR എന്ന് എഴുതിയിട്ടില്ല. ഇനി XHTML ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു സ്ലാഷ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു HTML5 ഡോക്യുമെൻറ്റിൽ നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ എഴുതിയാലും ഇത് വാലിഡ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റിനെ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക എന്നിപ്പോൾ മനസ്സിലാക്കി.
ഇനി ഈ BR ടാഗ് ഞാൻ ഒന്നുകൂടെ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു എംപ്റ്റി ലൈൻ അതിൻ്റെ നടുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ BR ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ന്യൂ ലൈൻസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ BR ടാഗ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. BR ടാഗ് പലപ്പോഴും പലരും സ്പേസിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉപയോഗിച്ച് കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ട്, അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 പാരഗ്രാഫുകൾക്കിടയ്ക്ക് കുറച്ച് സ്പേസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വെറുതെ BR ടാഗ് ആഡ് ചെയ്ത് വെക്കാറുണ്ട് ചിലർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഈ പാരഗ്രാഫുകൾക്കിടയ്ക്ക് സ്പേസ് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് CS തന്നെ ഉപയോഗിക്കുക. അല്ലാതെ ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ BR ടാഗ് 1-2 എണ്ണം എഴുതിക്കൊണ്ട് ആ ഒരു സ്പേസ് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതൊരു നല്ല കോഡിംഗ് പ്രാക്ടീസ് അല്ല. കാരണം സ്പേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് CS തന്നെ ഉപയോഗിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ശരി, അപ്പോൾ BR ടാഗിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. P ടാഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BR ടാഗിന് ക്ലോസിംഗ് ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ടാഗിലേക്ക് വരാം, അതായത് വേർഡ് ബ്രേക്ക് എന്ന ടാഗ്. അപ്പോൾ എന്തിനാണ് വേർഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈൻ ബ്രേക്ക് എന്ന് പറയാം. അപ്പോൾ വേർഡ് ബ്രേക്ക് ടാഗ് ഉപയോഗിക്കുന്ന ഏത് സിറ്റുവേഷനിലാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ എഴുതുകയാണ്. HIPPOPOTOMONSTROSESQUIPPEDALIOPHOBIA. ഇതൊരു വലിയ ടേമാണ് അല്ലേ, വലിയ ഒരു വാക്കാണ്. വലിയ വാക്കുകളോടുള്ള പേടിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിപ്പോപ്പൊട്ടോമോൺസ്ട്രോസിസ് സ്കിപ്പിഡാലിയോഫോബിയ എന്ന ഈ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ് ദ ഫിയർ ഓഫ് ലോങ് വേർഡ്സ്. ഇങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് മൊബൈൽ ഫോണിലാണ് ഒരാൾ വ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വാക്കിനെ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് അതിൻ്റെ സ്ക്രീനിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാനിതൊന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് ഞാൻ കുറയ്ക്കുകയാണ് ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ നാവിഗേഷൻ ബാറിൻ്റെ പോലെ തന്നെ ഒരു ഹോറിസോണ്ടൽ നാവിഗേഷൻ ബാറും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് ഒരിക്കലും നല്ലതല്ല. പ്രത്യേകിച്ച് സെർച്ച് എഞ്ചിൻസിലൊക്കെ നമ്മുടെ സൈറ്റ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എററായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടന്റ് വൈഡർ ദാൻ സ്ക്രീൻ എന്നൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഇത് ഒരൊറ്റ വേർഡ് ആയതുകൊണ്ടാണ് ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്യാത്തത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിലേക്ക് പോയിക്കോളും. പക്ഷേ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം ഇത് ഒറ്റ വാക്കാണല്ലോ. അപ്പോൾ ഈ വേർഡിനെ എവിടെ വെച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേർഡ് ബ്രേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ A എന്ന ക്യാരക്ടറിന് ശേഷം WBR എന്നെഴുതുന്നു. ശ്രദ്ധിക്കുക, ഈ ടാഗിനും ക്ലോസിങ് ഇല്ല. നമ്മുടെ BR ടാഗ് പോലെ തന്നെയാണ് ഇതും എഴുതുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഇത് ഒന്നുകൂടെ കോപ്പി ചെയ്ത ശേഷം ഈ O എന്ന ക്യാരക്ടറിന് ശേഷം അത് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരു ലോങ് വേർഡൊക്കെ വരികയാണെങ്കിൽ അതിനെ എവിടെയൊക്കെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ന്യൂ ലൈൻസിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിൽ പിടിക്കുക, ഈ 2 പൊസിഷനിൽ വെച്ച് ഇത് സ്പ്ലിറ്റ് ചെയ്തിരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. ഈ 2 പൊസിഷനിൽ വെച്ച് നമുക്കിതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ആ ഒരു പൊസിഷനിൽ വെച്ച് ഈ വേർഡിനെ കട്ട് ചെയ്ത് സ്പേസ് ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകണം എന്ന് നിർബന്ധം പറയുകയല്ല ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് BRഉം WBRഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. BR എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് പോലെയാണ്, അതായത് പുതിയ ലൈനിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ്. WBR എന്ന് പറഞ്ഞാൽ വേർഡ് ബ്രേക്ക് എന്നാണ്, അതായത് വലിയ വേർഡുകളെ എവിടെയൊക്കെ വെച്ച് ബ്രേക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് WBR ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതേ കാര്യം വേണമെങ്കിൽ നമുക്ക് CSS വെച്ചും അച്ചീവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വലിയ ടേംസ് ആണ് അല്ലെങ്കിൽ വലിയ വേർഡ്സ് ആണ് എഴുതുന്നതെങ്കിൽ WBR ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പാരഗ്രാഫ് ടാഗിനെ കുറിച്ചും അതേപോലെ തന്നെ ബ്രേക്ക് ടാഗിനെ കുറിച്ചും WBR ടാഗിനെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പാരഗ്രാഫ്, അതേപോലെ തന്നെ ബ്രേക്ക്, WBR എന്നീ ടാഗുകൾ. ഇനി അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് പാരഗ്രാഫിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ്, ഇപ്പോൾ ബോൾഡ്, ഇറ്റാലിക്സ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.